വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാപ്പൂയിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 17 വർഷത്തോളമായി നടത്തിവരുന്ന ഒരു പരിപാടിയാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മഈനുദ്ദീൻ ചിശ്തി സനസഞ്ചരി സുന്നൽ അജ്മീർ. മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ആണ്ട് നേർച്ച. അജ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ രാജസ്ഥാനിൽപ്പെട്ട ഒരു സ്ഥലമാണ് അജ്മീർ. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് പറഞ്ഞയച്ച ഒരു മഹാനാണ് മഹാനായ അജ്മീർ ഖാജ തങ്ങൾ. വലിയൊരു മഹാനും അതേപോലെ തന്നെ പാപങ്ങളുടെ സുൽത്താനുമായി ഇന്ത്യയുടെ രാജാവായി അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ ഖാജ തങ്ങൾ. റാപ്പൂയിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഏകദേശം 17 വർഷത്തോളമായി നാം ഈ പരിപാടി ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ ഒരു മജ്‌ലിസായി ഇത് മാറിയിരിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും, കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ്, കർണാടക, അതേപോലെ തന്നെ കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ, പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ ഒരു പരിപാടിയിലേക്ക് വരാറുണ്ട്. കാരണം ഈ ഒരു മജ്‌ലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിന് വേണ്ടി എന്തുദ്ദേശിച്ചിട്ട് ആ ഒരു പരിപാടിക്ക്, ആ ഒരു മജ്‌ലിസിൽ വന്നിരുന്നാൽ അതിന് ഫലം ലഭിക്കുകയാണ്. അത്ഭുതകരമായ ഫലം കൊണ്ട് പ്രസിദ്ധിയാർജിച്ച ഒരു മജ്‌ലിസായി റാപ്പൂവിന്റെ അജ്മീർ ആണ്ട് നേർച്ച മാറിയിരിക്കുകയാണ്. കാരണം എത്രയോ ആളുകൾ, രോഗികളും അതേപോലെ തന്നെ മക്കളില്ലാത്തവരും, അങ്ങനെ പലരും പല ഉദ്ദേശങ്ങളുമായി ഈ ഒരു മജ്‌ലിസിൽ വരാറുണ്ട്. അവർക്കൊക്കെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ, ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. കാരണം ഓരോരുത്തരും വരുന്നത് ഓരോ അത്ഭുതങ്ങൾ പറയാനാണ്. ഏതായാലും ഈ ഒരു മജ്‌ലിസ് പല പ്രമുഖന്മാരും മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ഈ ഒരു മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബദർ സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അനവധി പണ്ഡിതന്മാരും സാദാത്തുക്കളും പങ്കെടുത്ത, എല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നുന്ന ഒരു മജ്‌ലിസാണ് റാപ്പൂവിന്റെ അജ്മീർ ആണ്ട് നേർച്ച. വഫാത്ത് വരെ, മരണം വരെ ഈ മജ്‌ലിസിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ധന്യരായ സയ്യിദ് ദിയാഉൽ മുസ്തഫ ഹമീദ് ഖൈമൽ ബുഖാരി തങ്ങളാണ്. ഇന്നും ആ ഒരു നേതൃത്വം മഹാനായ സയ്യിദ് അവറുകളുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ മുഹമ്മദ് ജുനൈദ് അൽ ബുഖാരി തങ്ങളാണ്. അപ്പം ഈ റാപ്പൂവിന്റെ അജ്മീർ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു മുസ്ലിമീങ്ങളുടെ മാത്രം നേർച്ചയല്ല. ഇവിടെയുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരന്മാരുടെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. എല്ലാവരും വളരെ ഒരു ഏകദേശം ഒരു മതസൗഹാർദ്ദം വിളിച്ചോടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പരിപാടി. കാരണം ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്, ജനങ്ങൾ വരാറുണ്ട്. അവർക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തുന്നത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരാണ്. അതിന്റെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്നതും ഹൈന്ദവ സഹോദരന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി, ഈ ഒരു അജ്മീർ ആണ്ട് നേർച്ച ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പരിപാടിയും ഒരു പ്രോഗ്രാമും കൂടിയാണ്. 10,000-കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ വരാറുണ്ട്. മാത്രമല്ല, ഈ 10,000-കണക്കിന് വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഭക്ഷണം, അന്നദാനം കൊടുക്കാറുമുണ്ട്. ഈ തവണ ജനുവരി 19 തിങ്കളാഴ്ചയാണ് ഈ പരിപാടിയുടെ ഇവിടെ നടക്കുന്നത്. രാവിലെ പതാക ഉയർത്തൽ, നമ്മുടെ മഹല്ല് പ്രസിഡന്റ് സുബൈർ അമ്മു, അതേപോലെ തന്നെ പിന്നെ ഖബർ സിയാറത്ത്, അതിനുശേഷം പിന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം 4 മണിക്ക് ശേഷം പിന്നെ ഖത്മുൽ ഖുർആൻ ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ അൽ ബുഖാരി തങ്ങൾ, എടരിക്കോട് ഹാജിമുക്ക് തങ്ങൾ, അവരുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുർആൻ അസ്റിന് ശേഷം നടക്കും. പിന്നെ മഗ്രിബിന് ശേഷമാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ആ ഒരു പരിപാടിയിൽ പിന്നെ നമ്മുടെ സ്വാഗത സംഘം കൺവീനർ ഷാഹുൽ ഹമീദ് MTP-യുടെ സ്വാഗതത്തോടുകൂടി, അതേപോലെ തന്നെ ആ ഒരു മജ്‌ലിസിന്റെ പ്രാരംഭ പ്രാർത്ഥന നടത്തുന്നത് അലിക്കുഞ്ഞിദാരിമി എരുവാട്ടിയാണ്. ഹദ്ദാദ് റാത്തീബിന് നേതൃത്വം നൽകുന്നത് സൈഫുല്ലാ തങ്ങൾ അത്തൂട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ KP അബൂബക്കർ മുസ്ലിയാർ പട്ടവുമാണ്.
ആ ഒരു മജ്ലിസിൽ പ്രഭാഷണം നടത്തുന്നത്, മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഹംസ മിസ്ബാഹി ഓട്ടപ്പടവാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഉസ്താദ് ഹുസൈൻ മിസ്ബാഹി അവറുകളാണ്. അതേപോലെ തന്നെ ആ ഒരു മജ്ലിസിന് പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായത് ഒരു മൗലിദിന്റെ സദസ്സാണ്. അതിന് ഒരുപാട് സാദാത്തുക്കളും ആലിമീങ്ങളൊക്കെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. അതേപോലെ തന്നെ ആ ഒരു പരിപാടിയിൽ പ്രാർത്ഥന, കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നൂറു സാദാത്ത് സയ്യിദ് ബായാർത്ഥങ്ങൾ അവറുകളാണ്. അതുപോലെ സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് വന്യരായ സയ്യിദ് ദിയാഉൽ മുസ്തഫ ഹമീദ് കോയമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ മുഹമ്മദ് ജുനൈദ് അൽ ബുഖാരി തങ്ങളാണ്. ഒരുപാട് നിരവധി പണ്ഡിതന്മാരും സാദാത്തുക്കളും നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഈ മേഖലയിൽ തന്നെ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ ഹാജാ തങ്ങളുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് പ്രാപ്പൂയിലെ അജ്മീറാണ്ട് നേർച്ച. ആ ഒരു പരിപാടിയിൽ പല പണ്ഡിതന്മാരും സാദാത്തുക്കളും പ്രമുഖന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ആ പരിപാടി ഇവിടെ ഉള്ള ജനങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിം സഹോദരന്മാർ വരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പരിപാടി. ഇൻഷാ അല്ലാഹ് ജനുവരി 19 തിങ്കളാഴ്ച നാം എല്ലാ നിലക്കും ആ ഒരു പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരെയും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വളരെ വിപുലമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഖാലിദ് NTP ആണ് അതിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് നേതൃത്വം. അതേപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി മുസ്ലിം പ്രാപ്പൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. അതേപോലെ തന്നെ പിന്നെ ആ പരിപാടിയിൽ പല പ്രമുഖന്മാരും പ്രത്യേകമായി പങ്കെടുക്കാറുണ്ട്. വരുന്നവർക്ക് ഭക്ഷണം, വെള്ളം, സംവിധാനം, സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തും. ഹെൽത്ത് സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഭൗതികമായി പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ പരിപാടി പ്രാപ്പൂയിലെ അജ്മീർ ആണ്ട് നേർച്ച എന്നുള്ളത് ഇതൊരു മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു പരിപാടിയല്ല. നമ്മുടെ വിശ്വാസപ്രകാരം അജ്മീർ ഖാജ എന്നുള്ളത് ഇന്ത്യയുടെ രാജാവായിട്ടാണ്. സാധാരണ പിന്നെ ഈ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ദർഗകളും അതേപോലെ തന്നെ പിന്നെ പല ദേവസ്ഥാനങ്ങളും അതേപോലെ തന്നെ ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലുള്ള എല്ലാ ജാതി മത ഭേദമന്യേ പോകുന്നൊരു സ്ഥലമാണ് അജ്മീർ. അവിടുത്തെ അജ്മീറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതി മതം എന്നുള്ളതില്ല, എല്ലാവരും അവിടെ എത്തും. അത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രമുഖന്മാരായ പിന്നെ നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആ അജ്മീറിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ മഹാത്മാഗാന്ധിജി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും കഴിഞ്ഞുപോയ മൻമോഹൻ സിംഗ് അടക്കമുള്ള ഏകദേശം എല്ലാ പ്രധാനമന്ത്രിമാരും, ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ അജ്മീറിലേക്ക് പോകാറുണ്ട്, എത്താറുണ്ട്. മാത്രമല്ല, അജ്മീർ ഉറൂസുമായി ബന്ധപ്പെട്ട ആ ഒരു പട്ട് വിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ പട്ട് കൊടുത്തയക്കുന്നത് പ്രധാനമന്ത്രിയാണ് അത് കൊടുത്തയക്കാറുള്ളത് സാധാരണ. അത് അന്നും ഇന്നും അതുപോലെ തന്നെ നടന്നു വരികയാണ്. ഈ തവണ നടക്കുന്നത് മഹാനായ അജ്മീർ ഖാജയുടെ 814 ആണ്ട് നേർച്ചയാണ്. 814 നേർച്ചയാണ് ഇത്തവണ നടക്കുന്നത്. അപ്പൊ അന്നു മുതൽ തന്നെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾ, അക്ബർ ചക്രവർത്തിയാണെങ്കിലും അതേപോലെ തന്നെ ജഹാംഗീർ ചക്രവർത്തിയാണെങ്കിലും ഔറംഗസീബാണെങ്കിലും ഷാജഹാൻ ആണെങ്കിലും അങ്ങനെയുള്ള കഴിഞ്ഞുപോയ രാജാക്കന്മാരും അതേപോലെ തന്നെ ചക്രവർത്തിമാരും കഴിഞ്ഞുപോയ മന്ത്രിമാരും ഒക്കെ അജ്മീറിലേക്ക് വരാറുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം അജ്മീർ ഖാജ സുൽത്താൻ ഹിന്ദാണ്, ഇന്ത്യയുടെ രാജാവായി അറിയപ്പെടുന്ന മഹാനാണ്. അവിടെ ആർക്കും അവിടെ പോകാം, എല്ലാ മതക്കാരും അവിടെ പോകാറുണ്ട്. അതാണ് ഖാജാ തങ്ങളുടെ പ്രത്യേകത. ഒന്ന്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ അജ്മീർ ഖാജ എന്നുള്ളത് ഗരീബ് നവാസാണ്. ഗരീബ് നവാസ് അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നത് ഖാജാ തങ്ങളുടെ പേര് യഥാർത്ഥത്തിൽ ഹസൻ എന്നാണെങ്കിലും ഹബീബായ മുത്തലിബി തങ്ങൾ മൊയ്നുദ്ദീൻ എന്ന് വിളിച്ചിട്ടുണ്ട് അജ്മീർ ഖാജാ തങ്ങളെ. മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ, ആ മഖ്ബറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പേര് തന്നെ ഗരീബ് നവാസ് എന്നാണ്. ഗരീബ് നവാസ് എന്നുള്ളത് ഉറുദു ഒരു വാക്കാണ്, ഉറുദു പദമാണ്. ഗരീബ് നവാസ് എന്നാൽ പാവങ്ങളുടെ രാജാവ്, പാവങ്ങളുടെ സുൽത്താൻ.
പാവങ്ങളുടെ അർത്ഥാണ്. പാവപ്പെട്ട ആരും അവിടെ പോയി എന്തു പറഞ്ഞാലും അതിന് അത്ഭുതകരമായ ഫലം ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പ്രാപ്പോയിലെ അജ്മീർ ആണ്ട് നേർച്ചയിലും ഒരുപാട് പാവങ്ങളും സാധുക്കളും ഇവിടെ വരാറുണ്ട്. നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളുമായി ഇവിടെ വന്ന് അവരുടെ വിഷയം പറഞ്ഞാൽ അതിന് പരിഹാരം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കുഗ്രാമത്തിൽ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. ഫലം അനുഭവിച്ചത് കൊണ്ട് ഒരുപാട് അത്ഭുതകരമായ ഫലങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. അത് കാരണമായിട്ടാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തുന്നത്. ഇതേ ദിവസം തന്നെയാണ് അവിടെ ഈ അത് പിന്നെ റജബ് മാസത്തിലാണ്. അതും കൂടി ഒന്നത് കൂട്ടിച്ചേർക്കാം. പരിശുദ്ധമായ റജബ് ഹിജറ 537 റജബ് 14 മഹാനായ അജ്മീർ ഖാജ തങ്ങൾ ജനിക്കുന്നത്. സഞ്ചർ എന്ന് പറയുന്ന ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുടെ ജനനം. വഫാത്തായതും പരിശുദ്ധമായ റജബിൽ തന്നെയാണ്. റജബ് 6 ഹിജറ 633 റജബ് 6 അജ്മീറിൽ വെച്ചിട്ടാണ് മഹാനവറുകൾ വഫാത്തായത്. 96 വയസ്സുവരെ മഹാനവറുകൾ ജീവിച്ചിരുന്നു. 96 വയസ്സുവരെ മഹാനവറുകൾ ജീവിച്ചിരുന്നു. ഒരുപാട് അത്ഭുതമുള്ള കറാമത്തുകൾ കാണിച്ചൊരു വലിയൊരു മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ തങ്ങൾ. നടന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നാട്ടിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. ഈ ജാതിയോ മതമോ കഷ്ടോ രാഷ്ട്രീയോ ഒന്നുമില്ല. എല്ലാവരും കൂട്ടായിട്ട് നല്ല സ്നേഹത്തോടുകൂടി ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് ഇവർ സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാം. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.